ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ നമ്മളൊക്കെ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കേട്ടത്. ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്നിട്ട് തുടർന്ന് അവർ പറയുന്നു, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അതുപോലെ ഞങ്ങൾക്ക് എന്തടയാളമാണ് നിനക്ക് തരാനുള്ളത്? എപ്പോഴൊക്കെ മനുഷ്യർ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാനോട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിശ്വാസികൾ എന്നതിലുപരി ഈ ചോദ്യം വിശ്വാസികളാണ് ചോദിക്കുക. ദൈവം, നീ എവിടെയാണ്? നീ ഉണ്ടെന്നുള്ളതിന് എന്ത് അടയാളമാണ് ഉള്ളത്? ഈ ചോദ്യത്തിനുള്ള കാലാകാലങ്ങളിൽ ഈശോ നൽകിയിട്ടുള്ള മറുപടിയാണിത്. ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈ വിശുദ്ധ ബലിയിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ വചനം നിറവേറുകയാണ്. ജീവന്റെ അപ്പമായ ക്രിസ്തു അൾത്താരയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളി വരുന്ന പരിപാവനമായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലേക്ക് വെച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വെച്ചൊക്കെ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത്. പ്രിയരെ, നിങ്ങൾ ഒരുപക്ഷെ കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഗാഗുൽത്തായിലും അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ മറ്റ് ധ്യാന കേന്ദ്രമാണ് സീനായ്. അത്തരത്തിലുള്ള ധ്യാനങ്ങൾ കൂടാതെ ഞങ്ങൾ കപ്പൂച്ചിൻ സഹോദരന്മാർ നടത്തുന്ന ഒരു ധ്യാന രീതിയാണ് ഇടവകകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടവകൾ വിശുദ്ധീകരണത്തിന് വേണ്ടി കപ്പൂച്ചിൻ മിഷൻ ധ്യാനം. അത്തരത്തിലുള്ള ഒരു മിഷൻ ധ്യാനത്തിന്റെ സമയത്ത് എനിക്കുണ്ടായ മറക്കാനാവാത്ത 1-2 അനുഭവങ്ങളാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുക. ഒരിക്കൽ യൂണിറ്റിന്റെ പ്രതിനിധികളുമായിട്ട് ആ ദിവസം പ്രത്യേകമായി അൾത്താര കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിന്റെ ഭാഗമായി വീടുകൾ വെഞ്ചരിക്കുമ്പോൾ ഇവരുടെ കൂടെയാണ് വീടുകളിലേക്ക് പോവുക. അങ്ങനെ ഈ അൾത്താര കുട്ടികളും യൂണിറ്റ് ഭാരവാഹികളോടൊപ്പം വീടുകൾ കയറിയിറങ്ങുമ്പോൾ ഒരു വീട്ടിൽ ഞാൻ ആദ്യം കണ്ട ഒരു കൊച്ചു പെൺകുട്ടി, അവളോട് ചോദിച്ചു, സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിവിടെ എത്ര പേരാണുള്ളത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞങ്ങൾ 5 പേരുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുട്ടികൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം അവർക്കറിയാം അവിടെ 5 പേരൊന്നുമില്ല, 4 പേരേ ഉള്ളൂ. ഇപ്പോൾ കണക്ക് തെറ്റിയതാകാമെന്ന് കരുതി ആൾക്കാർ കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ 5 പേരായത്? അപ്പോൾ അവൾ പറഞ്ഞു, അപ്പച്ചനും അമ്മയും ചേട്ടനും ഞാനും പിന്നെ ഈശോയും അടക്കം ഞങ്ങൾ 5 പേരാണ്. അപ്പൊ ആൾക്കാർ കുട്ടികൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എപ്പോഴാണ് ഈശോ ഇവിടെ കഞ്ഞിയും കറി വെച്ച് താമസിക്കാൻ തുടങ്ങിയത് എന്നോർത്തുകൊണ്ട് ആകാംക്ഷയോടെ ഞാനും ചോദിച്ചു, അതെപ്പോഴാ ഈശോ ഇവിടെ വന്നത്? ഈ ചോദ്യത്തിന് വളരെ ലളിതവും എന്നാൽ ആഴമായ വിശ്വാസത്തോടും കൂടെ കത്തോലിക്ക സഭ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു പാഠം അവൾ പഠിപ്പിച്ചു തരികയാണ്. അവൾ പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോ എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നിന്റെ കൂടെ വരും, നിന്റെ കുടുംബത്തിൽ ഒരു അംഗമായിട്ടുണ്ടാകും. അതുകൊണ്ട് കുർബാന സ്വീകരിച്ച് എൻ്റെ കൂടെ ഈശോ ഉണ്ട്. ഞങ്ങൾ 4 പേര് മാത്രമല്ല, ഈശോ അടക്കം ഞങ്ങൾ 5 പേരാണ്. ഈശോ നമ്മുടെ കൂടെ വരുന്നു. വിശുദ്ധ കുർബാനയിൽ
ജീവന്റെ അപ്പമായ ക്രിസ്തു ജീവനോടുകൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാകുന്നു, ഉടലിന്റെ ഭാഗമാകുന്നു, കുടുംബത്തിന്റെ ഭാഗമാകുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ഒന്ന് കൈവയ്ക്കേ. കൈതാത്തിക്കോ. ദൈവത്തിന് സ്തുതി. ആരെങ്കിലും കൈപൊക്കിയിട്ടില്ലെങ്കിൽ അവരൊന്നുകൂടെ ഈ ചിന്തകൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും കൈപൊക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇവിടെയാണ് അത്ഭുതം നടക്കുന്നത്. എവിടെയെല്ലാം വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ അപ്പം ക്രിസ്തുവിന്റെ ശരീര രക്തമായിട്ട് മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ വിളക്കന്നൂര് പോകണ്ട എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ കുറേയേറെ തീർത്ഥാടനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, നല്ല കാര്യം. അല്ലെങ്കിൽ ഇറ്റലിയിൽ ഇതേ അത്ഭുതങ്ങൾ നടന്ന മറ്റ് സ്ഥലങ്ങളിൽ പോകണമെന്നോ, അതൊക്കെ ഈ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമ്മെ സഹായിക്കണം. ഈ അടയാളങ്ങൾ ക്രിസ്തുവിനുള്ള വിശ്വാസം, ദിവ്യകാരുണ്യത്തിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം ആഴപ്പെടുന്നതിന് സഹായിക്കണം. അതേ ക്രിസ്തു തന്നെയാണ് ഈ അപ്പത്തിൽ ഈശോ ജീവനോടുകൂടെ എഴുന്നള്ളി വരിക. അതേ ക്രിസ്തു തന്നെയാ എൻ്റെ ശരീരത്തിന്റെ ഭാഗമാവുക. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ആലയത്തെ ദേവാലയം എന്ന് വിളിക്കണമെങ്കിൽ ഇതേ ക്രിസ്തു തന്നെ അപ്പത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സക്രാരിയിൽ ഇരിക്കുന്ന ഈശോയും ഞാൻ സ്വീകരിക്കുന്ന ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്ന് തോന്നുന്നവർ മാത്രം കൈപൊക്കിയാൽ മതി. ചോദ്യം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ സക്രാരിയിൽ ഇരിക്കുന്ന ഈശോയും വിശുദ്ധ കുർബാനയിൽ ഞാൻ സ്വീകരിക്കുന്ന ഈശോയും തമ്മിൽ വ്യത്യാസമുണ്ടച്ചാ എന്ന് തോന്നുന്നവർ കൈപൊക്കിയോ? അവരെനിക്ക് ഒറ്റയ്ക്ക് ഒന്ന് കാണട്ടോ കുർബാന കഴിഞ്ഞിട്ട്. ഈ സക്രാലിയിരിക്കുന്ന ഈശോയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതേ ക്രിസ്തു തന്നെ ജീവനോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയാ. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാനിവിടെ ദേവാലയത്തിൽ, ഇവിടെയൊന്നല്ല, ഏത് ദേവാലയത്തിലും നമ്മൾ കടന്നു വരുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ വരുമ്പോൾ നാം നമസ്കരിക്കുന്നുണ്ട്, യേശുവിനെ ആദരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് എത്രമാത്രം ചിന്ത നമുക്കുണ്ട്? പൗലോസ് പറയുന്നില്ലേ, ക്രിസ്തു വസിക്കുന്ന ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ. ക്രിസ്തു വസിക്കുന്ന, ജീവിക്കുന്ന ആലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ ബോധ്യം നമുക്കുണ്ടാകണം. എന്ന് മാത്രമല്ല, അതിനനുസരിച്ച് ജീവിക്കാനും കൂടെ കഴിയണം. നമുക്ക് നഷ്ടപ്പെടുന്നത് ആഴമായ ഇത്തരത്തിലുള്ള ബോധ്യവും അതിനനുസരിച്ചുള്ള വിശുദ്ധമായ ജീവിതവുമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഫലത്തിൽ വരാതെ പോകും പലപ്പോ. ഈ സക്രാരിയിൽ നാം അതിനു മുൻപ് വണങ്ങുന്നത് കണക്കെ പരിപാവനമായി നാം നമ്മുടെ ജീവിതങ്ങളെ കാത്തു സൂക്ഷിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ആശയങ്ങളെ, ഇതെല്ലാം എനിക്കുള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരത്തോട്, ജീവനുള്ള സാന്നിധ്യത്തോട് ചേർന്ന് പോകുന്നതാണെങ്കിൽ ക്രിസ്തു എന്ന മഹാത്ഭുതം ജീവനോടുകൂടെ ഫലവത്തായിക്കൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അത് യാതൊരു സംശയവുമില്ല. കാരണം അതേ ക്രിസ്തു തന്നെയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. വീണ്ടും മറ്റൊരു കപ്പൂച്ചിൻ മിഷൻ ധ്യാനാനുഭവം പങ്കുവെക്കുക. ഞങ്ങൾ മിഷൻ ധ്യാനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് വീടുകൾ വെഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മിഷൻ ധ്യാനവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളുണ്ടാകും. ഇത് കണക്ക് മറ്റൊരു വീട്ടിൽ, എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആ വീട്ടിൽ ചെന്ന് അവിടെയുള്ള വ്യക്തികളായിട്ട് പരിചയപ്പെടുന്നു. ആദ്യം കണ്ടത് കുടുംബനാഥ, അവളുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, ആൻഡ്രോസ് എന്നാണ്. ഒരു പെൺകുട്ടിയെ, അവളാണ് ആ കുടുംബത്തിന്റെ നാഥ. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, എത്ര പേരിന് ചോദിച്ചതിന് ശേഷം പള്ളിയിൽ ഈ ദിവസങ്ങളിൽ, ധ്യാന ദിവസങ്ങളിൽ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ആൻഡ്രൂസ് പറഞ്ഞു, ധ്യാനത്തിന് വരാൻ പറ്റാറില്ല.
കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ധ്യാനത്തിന് എനിക്ക് മുഴുവൻ സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ധ്യാനത്തിന് പങ്കെടുക്കുന്നില്ലെങ്കിൽ വീട് വെഞ്ചരിക്കുന്നത് എളുപ്പമല്ല. ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയാണ് വീട് വെഞ്ചരിപ്പൊക്കെയും. അതെന്തുകൊണ്ടാണ് നീ ധ്യാനത്തിന് വരാത്ത വീട്ടിലിരിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ വീട്ടിലിരിക്കുകയല്ല, ഞാൻ ദിവസവും പണിക്ക് പോകുന്നുണ്ട്. കൃത്യമായിട്ട് ഉത്തരം പറയണമെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ വാ. എന്നിട്ട് അവളുടെ വീടിനകത്തൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ ബെഡ്റൂമിനകത്ത് ഒരുപക്ഷെ മരണത്തോട് തന്നെ മല്ലടിച്ചുകൊണ്ട് അവളുടെ ഭർത്താവ് രോഗശൈലി ഇങ്ങനെ കിടക്കുക. ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെയാണ് എല്ലാ ദിവസവും ധ്യാനത്തിൽ പങ്കെടുക്കാനാവുക? എൻ്റെ പിന്നെ അവളുടെ ചരിത്രം പറയുകയാണ്. ഭർത്താവിന് എയ്ഡ്സ് വന്ന് കൈകാലുകളൊക്കെ ശോഷിച്ചു തുടങ്ങി, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ രോഗാതുരനായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇങ്ങനെ എയ്ഡ്സ് ഉള്ള ഒരു മനുഷ്യനെ നീ എന്തിനാണ് വിവാഹം കഴിച്ചത്? അപ്പോൾ ആൻഡ്രോസ് ഈർണണിയുന്ന കണ്ണുകളോട് പറഞ്ഞത് എങ്ങനെയാ? അച്ഛാ, അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുമുണ്ട്. ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഓരോരോ വീടുകളിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൈകളിലെടുത്ത് ജോലിക്ക് പോകും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിരാവിലെ ചെയ്തതിന് ശേഷം, ശുശ്രൂഷകൾക്കൊക്കെ ശേഷം എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകും. ഈ കൈക്കുഞ്ഞുമായി ബലിയർപ്പിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വീണ്ടും ചെയ്ത് ഭക്ഷണം കൊടുത്ത് ഓരോരോ വീടുകളിൽ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എയ്ഡ്സ് ബാധിച്ച ഒരു മനുഷ്യനാണെന്ന് പിന്നീട് അറിഞ്ഞിട്ട് നിനക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ? എൻ്റെ ഒരു സർവ്വസാധാരണമായ മാനുഷികമായ ചോദ്യമായിരുന്നു. അതിനവൾ നൽകിയത് ദൈവികമായ മറുപടിയാ. അവൾ പറഞ്ഞത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് എയ്ഡ്സ് ഉണ്ടെന്നും ഇദ്ദേഹത്തിനോടൊപ്പം എനിക്ക് ജീവിക്കേണ്ടി വരുമെന്നും ദൈവമാണ് വിവാഹത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതെന്ന് അച്ഛൻ ഉൾപ്പെടെ പറയുന്നവർ സത്യമല്ലെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ദൈവമാണ് ഞങ്ങളെ വിളക്കി ചേർക്കുന്നത്, ഒരുമിച്ച് ചേർക്കുന്നതെന്ന് ഘോരഘോരം വചനം പറയുന്നില്ലേ, പ്രഘോഷിക്കപ്പെടുന്നില്ലേ? ദൈവം അറിഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുവാൻ ഞാൻ ആരാണ്? ഇത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു വേണം വിചാരിക്കുവാൻ. ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചു തന്നതാ. അപ്പോൾ ഭർത്താവ് അവിടെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. ഒപ്പം ഇവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിനേക്കാൾ വിലയുള്ളതായിട്ട് തോന്നിയത് ആ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ച ഒരു കുരിശ് കണക്കെ കരുതിക്കൊണ്ട് ചുമന്ന് നടക്കുന്ന ഈ ആൻഡ്രോസിന്റെ കണ്ണുനീരാ. അവളുടെ കണ്ണുനീർ ഗാഗുൽത്തായിൽ അർപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ, നിങ്ങൾ ഈ കാണുന്ന ഈ അൽത്താറിൽ ചിത്രീകരിക്കപ്പെട്ട ക്രിസ്തു രൂപത്തിന്റെ രക്തക്കണ്ണുനീര് കണക്കെ അർപ്പണത്തിന്റെ, ബലിയർപ്പണത്തിന്റെ കണ്ണുനീരാ. അതുകൊണ്ട് അവളുടെ ഒരു വിശുദ്ധ ബലി അർപ്പണം മതി ഒരു ദിവസത്തെ സമ്പൂർണമായ ധ്യാനമായി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ധ്യാനത്തിന് വരേണ്ട ആവശ്യമില്ല, നീ തന്നെ ഒരു ധ്യാനമാണല്ലോ. അവളുടെ പ്രാർത്ഥനകൾ ഈ ഭർത്താവിനെ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കെണിയിൽപ്പെടുത്തിയ, കുടുക്കിലാക്കിയ ഇദ്ദേഹത്തിന്റെ ജീവിത, കുടുംബത്തിലെ മറ്റു വ്യക്തികളുടെ, ഇദ്ദേഹത്തിന്റെ ഒക്കെ ആ പാപത്തിന്റെ കറകളുടെ പരിഹാരമായി അവൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് അവളുടെ ഓരോ ബലിയും. അതിനുവേണ്ടി ചെയ്യുന്ന പരിഹാരമാണ് അവളുടെ വിശുദ്ധ ബലി. അവൾ സത്യത്തിൽ ഈ ക്രിസ്തുവിനെ ജീവനോട് സ്വീകരിച്ച് ക്രിസ്തു കണക്കെ അപ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അവളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ജീവനുണ്ട്. അവൾ പറയും, ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും എനിക്ക് ദൈവം എന്നെന്നും ജീവിക്കുവാനുള്ള ശക്തി തന്നുകൊണ്ടിരിക്കുക. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ആ കാസയോട് ഞാൻ ചേർത്ത് വെക്കുന്നത് എൻ്റെ ഇത്തരത്തിലുള്ള കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളാണ് പിന്നീട് എനിക്ക് ജീവിക്കുവാനുള്ള ഓജസ്സും ശക്തിയും. അവൾക്കൊരു ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. പ്രിയരെ, അവൾ സത്യത്തിൽ സ്വീകരിക്കുന്നതും ജീവിക്കുന്നതും ക്രിസ്തുവെന്ന ജീവിക്കുന്ന ദിവ്യകാരുണ്യത്തെയാണ്. നമ്മൾ എന്നാണ് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമായി അപ്പമായി വിഭജിച്ചു കൊടുക്കുവാൻ കഴിയുന്നവരാവുക? പ്രിയരെ, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ക്രിസ്തു സത്യമുള്ള യാഥാർത്ഥ്യമെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസമനുസരിച്ച് നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ പോലെ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ മുറിച്ചു കൊടുക്കുവാൻ കഴിയണം. അവൾക്ക് പരാതികളൊന്നുമില്ല. അവളുടെ വലിയ അനുഗ്രഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാ. ഒറ്റ കുർബാന മതി. അന്നത്തെ കണ്ണുനീരും സങ്കടങ്ങളൊക്കെ അവൾ ചേർത്ത് വെച്ച് കഴിഞ്ഞു. രോഗാതുരനായ എയ്ഡ്സ് ബാധിച്ച ഭർത്താവിനെ, അദ്ദേഹത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ, ആ കുടുംബത്തെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി അവൾ വീടുകൾ തോറും കയറിയിറങ്ങിയ കഠിനാധ്വാനത്തിനൊക്കെ അവളുടെ ശക്തി വിശുദ്ധ ബലിയ. അവൾ ശരിക്കും ജീവിക്കുന്ന അപ്പമാവുകയാണ്. അവളെ തന്നെ മുറിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളൂ. നല്ലതാണ്. ധ്യാനത്തിൽ വരുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ വേണം. നമുക്ക് കുറേ യാചനകളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകാം. ഒപ്പം പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ, നീ ചെയ്തതുപോലെ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നെ തന്നെ മുറിച്ചു കൊടുക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ. നാം പ്രാർത്ഥിക്കുന്നത് അറിയണം, ഗാഗുൽത്തായിൽ രക്തം ചിന്തി കിടക്കുന്ന ഈ ക്രിസ്തുവിന് മുൻപിലാ. അവന്റെ രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. അവൻ ഏറ്റുവാങ്ങുന്ന അടികൾ, അവൻ ഏറ്റുവാങ്ങുന്ന ശിക്ഷകളൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാ. യെശയ്യാ പ്രവാചകനിലൂടെ അരുൾ ചെയ്തതുപോലെ കുഞ്ഞാടിനെ കണക്കെ അവൻ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ അവന്റെ ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് ഗാഗുൽത്തായിൽ മുറിവേറ്റപ്പെട്ട് കിടക്കുന്ന, ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയും കൂടെ കൂട്ടിച്ചേർക്കാൻ കഴിയണം. കർത്താവേ, നിന്നെപ്പോലെ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ അപ്പമായി മാറുവാൻ, എന്നെ തന്നെ വിഭജിച്ചു കൊടുക്കുവാൻ കൃപ തരണമേ. സ്നേഹത്തിൽ എന്നെ തന്നെ മുറിച്ചു കൊടുക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക. ഈ അവസരത്തിൽ ദൈവകാരുണ്യത്തിൻ്റെ വലിയൊരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളെ അറിയിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണും, എങ്കിലും ഈ അവസരം അതിനുവേണ്ടി കൂടെ ഉപയോഗിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യന്മാരായ ഞങ്ങൾക്ക് കൂടെ പ്രത്യേകം അസീസിയുടെ പേരിൽ അഭിമാനിക്കുവാനുള്ള ഒരു വർഷമാണിത്. ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണത്തിന്റെ 800-ാം വർഷത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയം, ഈ വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് അസീസിയുടെ പേരിലുള്ള സന്യാസ ആശ്രമങ്ങളിൽ അല്ലെങ്കിൽ ഭവനങ്ങളിലുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുക. അതൊരു തീർത്ഥാടനമായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയങ്ങളിൽ സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക എന്നത് ഒരു തീർത്ഥാടനമായിട്ട് കാണുകയും അതിനോടനുബന്ധിച്ച് പൂർണ്ണദണ്ഡ വിമോചനത്തിന് കത്തോലിക്ക സഭ പറയുന്ന 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്താൽ എല്ലാവർക്കും പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ വർഷത്തിന് മാത്രം പ്രത്യേകതയാണ്. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1, വിശുദ്ധ കുമ്പസാരം, യോഗ്യതയോടുകൂടെ പശ്ചാത്താപത്തോട് കുമ്പസാരിച്ച് യോഗ്യതയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു തൃത്വസ്തുതി, ഒരു വിശ്വാസ പ്രമാണം. പിന്നീട് പാപത്തോടും പാപത്തിന്റെ ചായ്വുകളോടും സമ്പൂർണ്ണമായി വിട്ടു നിൽക്കുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദേവാലയങ്ങളിലും, അതുപോലെ അസീസിയുടെ തന്നെ നാമത്തിൽ ജീവിക്കുന്ന ഭവനങ്ങളിലെ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ കാലയളവ് 2026 ജനുവരി 10 മുതൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 2027 ജനുവരി 10 വരെയാണ് എന്നുള്ള
ആ ദൈവകാരുണ്യത്തിന്റെ വലിയ സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിക്കുക. പ്രിയരെ, വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അത്രയേറെ ആഴത്തിൽ വിശ്വസിക്കുകയും എന്നിട്ട് ലോകത്തെ എങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവനാണ് ഫ്രാൻസിസ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുൻപിൽ ഒരു മാലാഖയും ഒരു പുരോഹിതനും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം വണങ്ങുന്നത് മാലാഖയല്ല, പുരോഹിതനെയാ. കാരണം എന്തെന്നറിയാമോ? എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ കരങ്ങളിൽ എടുക്കുന്നവനാണ് പുരോഹിതൻ. അതിനുള്ള ഭാഗ്യം മാലാഖമാർക്ക് ലഭിച്ചിട്ടില്ലല്ലോ. എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ കരങ്ങളിൽ എടുക്കുന്ന ഒരു പുരോഹിതന് മുൻപിൽ മാലാഖയേക്കാൾ വണക്കത്തോടും ആദരവോടും കൂടി ഞാൻ നിൽക്കും എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിശുദ്ധനാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഈ ഫ്രാൻസിസിന് വേണ്ടി, അസീസിലെ ഫ്രാൻസിസിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട ഈ വർഷത്തിൽ പരിശുദ്ധ കുർബാനയുള്ള ആരാധന നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സത്യമുള്ളതാകട്ടെ, ജീവനുള്ളതാകട്ടെ. ഒപ്പം ലിയോ 14 പാപ്പ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ കരുണയുടെ വർഷം നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നും പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.